ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ അടുത്തേക്ക് നമുക്ക് വീണ്ടും വരുവാൻ ദൈവം കൃപ തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്കാണല്ലോ എത്തിയിരിക്കുന്നത്. നമ്മൾ 15 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, പൗലോസ് ഒരിക്കലും പ്രശംസിക്കാനായിട്ട് ആഗ്രഹിച്ചില്ല. പക്ഷെ നിർബന്ധത്താൽ താൻ ഇച്ചിരി ആത്മപ്രശംസ നടത്തേണ്ടതായിട്ട് വന്നു. അതെന്തുകൊണ്ടെന്നാൽ കൊരിന്ത്യർ ദൈവത്തിങ്കിൽ നിന്നും മാറിപ്പോയതുകൊണ്ട് അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് വരുത്തുവാൻ വേണ്ടിയിട്ട് താൻ അങ്ങനെ ചെയ്തു പോയി എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, നമ്മൾ 11 മുതലുള്ള വാക്യങ്ങളായിരുന്നല്ലോ പഠിച്ചത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ മ്യൂട്ടനായി പോയി, ഞാനത് പ്രശംസിക്കരുതായിരുന്നു. പക്ഷെ നിങ്ങളായിരുന്നു എന്നെ പറ്റി പ്രശംസിക്കേണ്ടത്. പക്ഷെ നിങ്ങളത് ചെയ്യാത്തത് കൊണ്ട് ഞാൻ അത് പ്രശംസിപ്പാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ ഇടയിലുള്ള ദുരുപദേഷ്ടാക്കന്മാർ ആത്മപ്രശംസ നടത്തുകയും കൊരിന്ത്യരുടെ ഹൃദയം അവരിലേക്ക് വശീകരിക്കപ്പെടുകയും ചെയ്യാൻ ഇടയായതുകൊണ്ട് കൊരിന്ത്യർ ദൈവത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച വചനങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോയി അവരെ തിരിച്ചു ദൈവത്തെങ്കിലേക്ക് നടത്തുവാനായിട്ട് അവര് ചെയ്തു. കാരണം പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളാണ് എൻ്റെ പത്രം, അല്ലെ ക്രിസ്തുവിന്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നു, എൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടായ ക്രിസ്തുവിന്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നു. അപ്പൊ അവരെ കണ്ടിട്ട് തന്നെ ആൾക്കാർക്കറിയാം പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷ അവിടെ എന്തായിരുന്നു എന്ന്. അപ്പം അതിന് വിപരീതമായി ഇപ്പൊ അവർ പൗലോസിനെതിരെ അവര് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ക്രിസ്തു പൗലോസിലൂടെ സംസാരിക്കുന്നതിന് തുമ്പ് അന്വേഷിക്കുന്നവരെ ക്രിസ്തുവിൽ തന്നെയാണോ പൗലോസ് സംസാരിക്കുന്നത് എന്നൊക്കെ അവര് പൗലോസിനെ വിധിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്, എതിര് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. പൗലോസ് പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഇതുവരെ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഭാരമായി തീർന്നില്ല. ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കുള്ളതും ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി തൻ്റെ യാത്രകളിലൊക്കെയും, അല്ലെ കൊരിന്ത്യർ 1.5 വർഷക്കാലം കൊരിന്ത്യയിലായിരുന്ന സമയത്തൊക്കെയും സ്വന്തം വേല കൊണ്ട് കൈകൊണ്ട് വേല ചെയ്ത് അധ്വാനിക്കുകയാണ് ചെയ്തത്. താനും തന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും താൻ തന്നെയാണ് ചെയ്തത്. അവർ ഒരുമിച്ച് അല്ലെങ്കിൽ കൂട്ടുവേല ചെയ്തു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നുണ്ട്, കൂടാരപ്പണി ചെയ്ത് പൗലോസ് അപ്പോസ്തലൻ തന്റെ നിത്യജീവനത്തിനും അതുപോലെ തന്നെ ദൈവരാജ്യമോഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, സുവിശേഷ ഘോഷണത്തിന്റെ യാത്ര ഉൾപ്പെട്ട കാര്യങ്ങള് അവര് 1.5 വർഷം അവിടെ താമസിച്ചപ്പോൾ അവരുടെ നിത്യവൃത്തി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരിക്കലും കൊരിന്ത്യരെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നില്ല. അവരിൽ നിന്ന് ഒരു ധനസഹായം പൗലോസ് വാങ്ങിച്ചിട്ടില്ല. പൗലോസിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ മക്കതോന്യ സഭകളാണ് പൗലോസിനെ സഹായിച്ചതെന്നൊക്കെ നമ്മൾ കാണുവാനായിട്ട് കഴിയും. അപ്പം പൗലോസ് പറയുന്നു, മക്കൾ അമ്മയപ്പന്മാർക്ക് വേണ്ടിയല്ല, അമ്മയപ്പന്മാർ മക്കൾക്ക് വേണ്ടി അത്രേ ചരിതിച്ചു വെക്കേണ്ട. അതുപോലെ ആത്മീയ പിതാവായ തൻ്റെ ആത്മീയ മക്കൾക്ക് വേണ്ടി തന്നെ ചെലവാക്കിയാണ് ചെയ്തത്. തന്നെ ചെലവാക്കുമെന്ന് പറയുമ്പോൾ തൻ്റെ സമയം, ആരോഗ്യം, തൻ്റെ എല്ലാ കാര്യങ്ങളും ആ 1.5 വർഷക്കാലം കൊരിന്ത്യർക്ക് വേണ്ടി തന്നെ അവിടെ ഇരുന്ന് ചെയ്യുകയാണ്. അവരെ വചനം പഠിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവിടെ പറയുന്നു, അതിസന്തോഷത്തോടെ, എനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നിട്ടും ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി, നിങ്ങളുടെ നിത്യരാജ്യത്തിന്റെ അവകാശത്തിൽ നിങ്ങളെ കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ വചന പഠനം, പ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യങ്ങളിലും ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്തു എന്ന് പറയുന്നത്. ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് തരികയാണ് ചെയ്തത്. പൗലോസ് പറയുകയാണ് 15-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നു. പൗലോസിന് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നിട്ടും പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിക്കുക, പക്ഷെ നിങ്ങൾ എന്നെ അല്പമായിട്ടാ സ്നേഹിക്കുന്നത്. പൗലോസിന് ബന്ധപ്പാടുകൾ ഉണ്ടായിരുന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവരെ സ്നേഹിച്ചുകൊണ്ടേ ഇരുന്ന പൗലോസിനെയാണ് നമ്മൾ കാണുവാനായിട്ടിരുന്നത്. ക്രിസ്തുവിന്റെ മാതൃക, അല്ലെ, തന്നെത്താൻ നമുക്ക് വേണ്ടി സമർപ്പിച്ച കർത്താവിന്റെ മാതൃകയാണ് പൗലോസ് അപ്പോസ്തലൻ പിന്തുടരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് 16-ാമത്തെ വാക്യത്തിൽ പോകാം. 16-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല, എങ്കിലും ഉപായിയാകയാൽ കൗശലം കൊണ്ട് നിങ്ങളെ വശത്താക്കി എന്ന് നിങ്ങൾ പറയുമായിരിക്കും. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരിക്കലും ഭാരമായി തീർന്നില്ല. പൗലോസിന്റെ മനസ്സ് അവിടെ തുറക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അവരിൽ നിന്ന്, പൗലോസിനറിയാം, ഒരിക്കലും അവരിൽ നിന്ന് ഒരു ധനസഹായം പൗലോസ് ആവശ്യപ്പെട്ടിട്ടുമില്ല, അത് അവര് കൊടുത്തിട്ടുമില്ല, അവരിൽ നിന്ന് പൗലോസ് വാങ്ങിച്ചിട്ടുമില്ല.
എന്നിരുന്നാലും ഞാനൊരു POC ബൈബിളിന്റെ ആ ട്രാൻസ്ലേഷനോടെ വായിക്കാമേ. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ സമ്മതിക്കുമെങ്കിലും, അവര് സമ്മതിക്കും, കാരണം അവര് കൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പൗലോസ് ഉപായി, ചതിയൻ, കളവ് പറയുന്നവൻ, അതല്ലേ ഉപായി എന്നുള്ള കാര്യത്തിന് വാക്കിന്റെ അർത്ഥം. നമ്മൾ ഉപായി എന്ന് പറഞ്ഞ് നമ്മൾ വേറെ ബൈബിളിൽ കാണുന്ന എവിടെയാ? ഉപായി എന്ന് പറയുന്നത് യാക്കോബ് അല്ലേ? യാക്കോബിനെ ഉപായി എന്ന് പറയുന്നുണ്ട്, കബളിപ്പിക്കുന്ന സ്വഭാവം അല്ലേ? അപ്പം പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് അവര് പറഞ്ഞ് പൗലോസ് ഉപായിയാണ്, ചതിച്ചു, അങ്ങനെയുള്ള കാര്യം. സൂത്രത്തിൽ നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നു എന്ന് പറയുന്നു. പൗലോസ് അവരിൽ നിന്നും ഒരു ധനസഹായവും ആവശ്യപ്പെട്ടില്ലെങ്കിലും അവരിൽ നിന്നും ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും പൗലോസ് അവിടെ ഒരു ധർമ്മശേഖരം നടത്തിയിരുന്നു അല്ലെ? യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ധനശേഖരം പൗലോസ് നടത്തിയിരുന്നു. അപ്പൊ അവര് പറയുകയായിരിക്കാം, പൗലോസ് ഞങ്ങളിൽ നിന്നും വാങ്ങിച്ചില്ലെങ്കിലും ആ യെരുശലേമിലേക്ക് ധർമ്മസഹായം എത്തിക്കാന്നുള്ള ആ വിശുദ്ധന്മാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ പൗലോസ് പണം സംഭരിച്ചത് പൗലോസിന്റെ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കും, പൗലോസ് ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ അവര് പറയുവാനായിട്ട് ഇടയായി കാണും. കാരണം അങ്ങനെയല്ലേ നമ്മൾ POC ബൈബിൾ വായിക്കുന്നേ. നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഓൾറെഡി അങ്ങനെ പറഞ്ഞു. പൗലോസ് ഉപായി ആണെന്ന് പറയാനായിട്ട് തീർന്നു. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് തീത്തോസിനെ നമ്മൾ 8-ാമത്തെ അധ്യായത്തിൽ കാണിച്ചു. തീത്തോസിനെയും മറ്റു 2 സഹോദരന്മാരെയും അവിടെ അയക്കുകയും അവരിൽ നിന്ന് ധർമ്മസഹായം വാങ്ങിക്കുകയും ചെയ്തു അല്ലെ? പക്ഷെ പൗലോസ് നേരിട്ട് അവരിൽ നിന്ന് ഒന്നും വാങ്ങിച്ചില്ല. കാരണം പൗലോസ് വളരെ ബുദ്ധിയോടുകൂടി അവിടെ പ്രവർത്തിച്ചെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലും അതുപോലെ 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നോക്കുമ്പോൾ നമ്മൾ നല്ലോണം പഠിച്ചതാണ്. ആ പൗലോസ് എത്ര ശ്രദ്ധയോടാണ് ധർമ്മശേഖരത്തിന്റെ കാര്യത്തിൽ താൻ ഇടപെട്ടത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ക്ലാസ് എടുത്തപ്പോഴേ, പല സഭകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഫണ്ടിന്റെ കാര്യത്തിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ പൗലോസ് ഒരു കാര്യത്തിലും ആർക്കും സംശയം തോന്നാതിരിക്കും, ആരും തന്നെ കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ വളരെ ബുദ്ധിയോടുകൂടെ പൗലോസ് പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പ്രവർത്തിക്കാൻ ഇടയായി തീർന്നത്? ഇപ്പോൾ അങ്ങനെ പൗലോസ് അവരിൽ നിന്നും ധനസഹായം വാങ്ങിച്ചില്ലെങ്കിലും പൗലോസിനെ കുറ്റപ്പെടുത്തുക. എപ്പോഴും അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പൗലോസ് വാങ്ങിച്ചില്ല, എങ്കിൽ തന്നെയും പൗലോസ് അവരിൽ നിന്ന് ചതിച്ച് എടുത്തു എന്ന്, അവരെ വഞ്ചിച്ചു എന്ന്, പണം അവരിൽ നിന്ന് കബളിപ്പിച്ചെടുത്തു എന്ന് അവർ പറയുന്നുണ്ട് അല്ലെ? നമുക്കൊന്ന് വായിക്കാം 2 കൊരിന്ത്യർ 8:16 മുതലുള്ള വാക്യങ്ങൾ. പൗലോസ് എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചത്? വളരെ ബുദ്ധിപരമായ രീതിയിലാണ് ധനസഹായത്തിന്റെ കാര്യത്തിൽ പൗലോസ് അവരോട് ഇടപെട്ടത്. നമുക്ക് നോക്കാം 2 കൊരിന്ത്യർ 8:16 മുതലുള്ള വാക്യങ്ങളിൽ വായിച്ചു പോകുന്നതേ ഉള്ളു, ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്നു മാത്രമല്ല അത്യുത്സാഹിയാകിയാൽ സ്വമേധയാ നിങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. തീത്തോസ് വന്നു, ഞങ്ങൾ അവനോടുകൂടെ ഒരു സഹോദരനെയും അയച്ചിരിക്കുന്നു. സുവിശേഷ സംബന്ധമായുള്ള അവന്റെ പുകഴ്ച സകല സഭകളിലും പരന്നിരിക്കുന്നു. പൗലോസ് തീത്തോസിനെ അയച്ചു, തന്റെ സഹപ്രവർത്തകനായ തീത്തോസിനെ, കൂടെ ഒരു സഹോദരനെയും. കാരണം ആ എല്ലാവർക്കും അറിയാൻ കഴിയുന്ന, എല്ലാവരോടും ഒരേ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന, എല്ലാവർക്കും ആ ഒരു വിശ്വസ്തനായ വേറൊരു സഹോദരനെയും കൂടെ അയച്ചു. അത്രയും 19-ാമത്തെ വാക്യം, അത്രയുമല്ല കർത്താവിന്റെ മഹത്വത്തിനായി നിങ്ങളുടെ മനസ്സൊരുക്കം കാണിപ്പാനായി ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ ധർമ്മകാര്യത്തിൽ അവൻ ഞങ്ങൾക്ക് യാത്രക്കാരനായി സഭകളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനുമാകുന്നു. അപ്പം സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് അയച്ചത്. പൗലോസിന്റെ ഇഷ്ടമുള്ളവരെ അല്ല അയച്ചത്, സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, സഭയിലെ അംഗങ്ങൾ കൂടി തെരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് അയച്ചത്. 20, ഞങ്ങൾ നടത്തിവരുന്ന ഈ ധർമ്മശേഖരത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുൻപാകെയും യോഗ്യമായത് മുൻകരുതുന്നു.
തന്നെ ഒരിക്കലും ആരും ഇക്കാര്യത്തിൽ ധനശേഖരം നടക്കുമ്പോൾ തന്നെത്താൻ വഞ്ചിച്ചെടുത്തു എന്ന് പൗലോസ് തനിക്ക് വേണ്ടി ധനസഹായം ചെയ്തു, അല്ല ധനം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഇങ്ങനെ ഒരു പദ്ധതി ചെയ്യുകയും ചെയ്യുന്ന ആരും അപവാദം പറയാതിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷ്മതയോടാണ് പൗലോസ് കാര്യങ്ങൾ നടത്തിയത്. ഇനി 1 കൊരിന്ത്യർ 16 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഒന്നുകൂടെ നമുക്ക് അതുകൂടെ വായിച്ചു പോകാം. 1 കൊരിന്ത്യർ 16 1. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നിങ്ങൾ ഓരോരുത്തർ തനിക്ക് കഴിവുള്ളത് ചരിച്ച് തന്റെ പക്കൽ വെച്ചുകൊള്ളട്ടെ. 3-ാമത്തെ വാക്യം. ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടി അയക്കും. അപ്പം പൗലോസിന് ഇഷ്ടമുള്ളവരെ അല്ല, അവർക്ക് സമ്മതമുള്ളവരെ. നമ്മൾ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ പഠിച്ചതുപോലെ സഭയ്ക്ക് സമ്മതമായവരെ അയക്കും. ഞാൻ എഴുത്തോടുകൂടെ അയക്കും. ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നു അവർക്ക് എന്നോടുകൂടെ പോരാ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനും പോകും എന്നുള്ള അർത്ഥമാണ് അവിടെ പറയുന്നത്. അപ്പം പൗലോസ് വളരെ ബുദ്ധിയോടുകൂടെ പ്രവർത്തിച്ചു. എങ്കിലും പൗലോസിനെ അവര് കുറ്റം പറയുകയാണ് ചെയ്തത്. അവർ പറയുന്നു പൗലോസ് ഉപായിയാണ് എന്ന് പറയുകയാണ് ചെയ്തത്. 17-ാമത്തെ വാക്യം. 17. നമ്മള് വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരുമെങ്കിൽ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ചിന്ത വരുമെങ്കിൽ ഓരോ വചനവും വായിക്കുമ്പോൾ നമുക്കറിയാം കൊരിന്ത്യർ എങ്ങനെയാണ് പൗലോസിനോട് പെരുമാറിയതെന്നും ആ ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയും കൂടെ വേണം. 17-ാം വാക്യം. ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചവരിൽ വല്ലവനെ കൊണ്ടും നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? ഞാൻ വഞ്ചിച്ചെടുത്തു എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ നിങ്ങൾ സമ്മതിക്കുന്നു, നിങ്ങൾ കബളിപ്പിക്കുമെന്നാ പറഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചവരിൽ വല്ലവനെ കൊണ്ട് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തു. എന്നോട് കൂടെ ഉണ്ടായിരുന്നവർ, ഞാൻ അയച്ചവരാരും നിങ്ങളെ കബളിപ്പിച്ചില്ലല്ലോ. ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടോ? ഓക്കെ, അത് മനസ്സിലാവല്ലോ. 18-ാമത്തെ വാക്യം. ഞാൻ തീത്തോസിനെ പ്രബോധിപ്പിച്ചു, ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു. തീത്തോസ് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? ഞങ്ങൾ നടന്നത് അതേ ആത്മാവിലല്ലയോ, അതേ കാൽച്ചുവടിലല്ലയോ? POC വായിക്കാം. തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു, അവന്റെ കൂടെ ആ സഹോദരനെ അയച്ചു. തീത്തോസ് നിങ്ങളെ കബളിപ്പിച്ചല്ലോ. ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത്, ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത്. അപ്പം പൗലോസും കൂടെയുള്ളവർ, പൗലോസ് അയച്ചവർ, തീത്തോസും കൂടെയുള്ളവരും എല്ലാം അവിടെ ആരും സാമ്പത്തിക ലക്ഷ്യം നോക്കിയല്ല അവര് പ്രവർത്തിച്ചത്. ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി തങ്ങളാൽ ആവോളം അവര് ചെയ്തുകൊണ്ടിരുന്നു. ഇവരാരും സുവിശേഷ ഘോഷണത്തിൽ അന്നത്തെ കാലത്ത് എത്രയോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാ പോകുന്നല്ലേ. നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മളുടെ ആയ കംഫർട്ടബിൾ സോണിലിരുന്ന് വചനം പറയുകയും വചനം പഠിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ആയിരുന്നില്ല അന്നത്തെ കാര്യങ്ങള്. സ്ട്രീറ്റിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന. അപ്പൊ ഇന്നത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലൊക്കെ സ്ട്രീറ്റ് പ്രീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ പണ്ടത്തെ കാലത്ത്. അപ്പൊ അവർക്ക് കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പക്ഷേ പൗലോസിന്റെയൊക്കെ കാലം നോക്കിയാല് അന്നത്തെ കാലത്ത് റോഡ് മാർഗം പോലും സഞ്ചരിക്കാൻ അവർക്ക് നല്ലോണം കഴിയുകയില്ലായിരുന്നു. അതുപോലെ തന്നെ അവര് കപ്പൽ യാത്രയെ അങ്ങനെ സമുദ്രത്തിലൂടെയൊക്കെ യാത്ര ചെയ്തായിരുന്നു. അവര് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടായിരുന്നു അവര് പോയിരുന്നത്. പക്ഷെ അവരെന്തുകൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്തത്? അവർക്ക് വല്ല സാമ്പത്തിക ലക്ഷ്യമുണ്ടായിരുന്നോ? ഇല്ല. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവര് പ്രവർത്തിച്ചു. തങ്ങളെ രക്ഷിച്ച ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാന്, അനേകർ ദൈവരാജ്യത്തെങ്കിലേക്ക് വരണം, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ തങ്ങളെ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരായിരുന്നു അവരെല്ലാവരും. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവന് വേണ്ടി എന്നെ തന്നെ ചെലവിടുകയും നിങ്ങൾക്ക് വേണ്ടി ചെലവായി തീരുകയും ചെയ്യുന്നു. അതുപോലെയായിരുന്നു പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നവരും. തീത്തോസും തീമത്തിയോസും എന്നൊക്കെ പറയുന്നവര്
ശരിക്കും യൗവനക്കാരായിരുന്നു. 16ഉം 17ഉം 18ഉം അല്ലെ 20 വയസ്സുകളൊക്കെ ഉള്ളവരായിരുന്നു. ആ കാലത്ത് നമ്മൾ ആലോചിച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രത്തോളം പ്രവർത്തിക്കുന്നല്ലേ. ആ ആ അവര് നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെ നമ്മളുടെ ആ ഒരു യങ്സ്റ്റേഴ്സ് ഒക്കെ അവരുടേതായ കാര്യങ്ങളിൽ ചെലവിടുമ്പോൾ ഇത്രത്തോളം യൗവനക്കാരായിരുന്ന തീത്തോസും തീമത്യോസും ഒക്കെ പൗലോസിനോട് കൂടെ വളരെ കഷ്ടപ്പെട്ട വചനം ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിരുന്നത് അല്ലേ. മർക്കോസ് ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോരുന്നതൊക്കെ നമ്മൾ കാണുവാനായിട്ട് കഴിയും. പിന്നെ തിരിച്ചു പോയതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ എല്ലാ യൗവനക്കാരായിരുന്നു അന്ന് പൗലോസിനോട് കൂടെ പോയത്. അപ്പൊ അവരുടെ ഒന്നും ഉദ്ദേശം സാമ്പത്തികമായ ലക്ഷ്യമൊന്നും ആയിരുന്നില്ല അവര് ആഗ്രഹിച്ച. അവരെങ്ങനെയെങ്കിലും കർത്താവിങ്കിലേക്ക് അനേകം ആത്മാക്കളെ നേടണമെന്ന ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. എങ്ങനെ കഷ്ടപ്പെട്ടായെങ്കിലും ദൈവവചനത്തിനു വേണ്ടിയും ദൈവരാജ്യത്തിനു വേണ്ടിയും പ്രവർത്തിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പൊ പൗലോസ് പറയുകയാണ്, ഇതെല്ലാം ഞങ്ങളെല്ലാം പ്രവർത്തിച്ച ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ച, ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത് എന്ന് പറയുന്നുണ്ട്. നമ്മള് 1 കൊരിന്ത്യർ ലേഖനം 4 അധ്യായം തോന്നുന്നു വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ തീമോഥെയോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നുണ്ട്. ഞാൻ ഏതു സഭയിലും എവിടെയും പറഞ്ഞതുപോലെ അല്ല ഉപദേശിച്ചതുപോലെ തന്നെ എന്റെ വഴികളെ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുമെന്നാ പറയുന്നത്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ കർത്താവിന്റെ കാര്യങ്ങളെ അവർക്ക് ഉപദേശിച്ചു തന്ന പോലെ തന്നെ അവരും പറയുന്നത് അല്ലേ. അവരെല്ലാം ഒരേ ആത്മാവിലാ പ്രവർത്തിക്കുക. അവർക്ക് പ്രത്യേകിച്ചായിട്ട് ഉപദേശങ്ങളൊന്നും ഇല്ല. അവരെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ വചനങ്ങൾ പഠിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെയാ അവര് മറ്റവരെ ഉപദേശിക്കുന്നത്. അപ്പൊ ആ എല്ലാവരും പ്രവർത്തിക്കുന്ന ഒരേ ആത്മാവിലാണ്. എല്ലാവരിലും ഒരേ ആത്മാവല്ലേ. ക്രിസ്തുവിൽ വസിച്ച ആത്മാവ് തന്നെ നമ്മളിലും വസിക്കുന്നേ. അങ്ങനെയല്ലേ പറയുന്നേ. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കുമെന്നല്ലേ പറയുന്നത്. അപ്പൊ ക്രിസ്തുവിൽ വസിച്ച അതേ ആത്മാവ് തന്നെ ദൈവം നമ്മളിലും തന്നേക്കുന്നത് അല്ലേ. ആ ആത്മാവിലാണ് പൗലോസും തീമോഥെയോസും എല്ലാവരും ഒരേ ആത്മാവിലാ പ്രവർത്തിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരേ ആത്മാവെന്ന് പറയുമ്പോൾ ഒരേ ഉദ്ദേശം ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഒരേ ഉദ്ദേശവും ഒരേ ലക്ഷ്യമായിരുന്നു അവരുടെ ആ ഒരു അവര് ചെയ്യാനായിട്ട് ഇടയായി തീർന്ന കാര്യങ്ങള്. അവരുടെ എല്ലാവരുടെയും പ്രവർത്തന ലക്ഷ്യം ഒന്നായിരുന്നു. എല്ലാവരും കൊരിന്ത്യർ ആത്മീയവർദ്ധനം വരുത്തുക, എല്ലാ ജനങ്ങളും ദൈവത്തെ അറിയുക. അന്ന് പൗലോസ് പറഞ്ഞു, അന്ന് ഞാൻ ഇല്ലൂര്യ ദേശം വരെ, യെരൂശലേം മുതൽ ഇല്ലൂര്യ ദേശം വരെ ചുറ്റി സഞ്ചരിച്ച് ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് തനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെയും പൗലോസ് സഞ്ചരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് പറയുന്നത്. റോമക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഇനി ഈ ദിക്കുകളിൽ സ്ഥലമില്ലായാലും ഞാൻ വളരെ നാളുകളായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ കാംക്ഷ ഉണ്ടാകൊണ്ടും ഞാൻ സ്പാനിയയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും കാലം റോമയിൽ പോകാതിരുന്നതിന് കാരണം എന്ന് പറയുന്നത് അനേക സ്ഥലത്ത് റോമയിൽ ഓൾറെഡി ആൾക്കാർ പോയി സുവിശേഷം അറിഞ്ഞു അല്ലെ. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മറ്റൊരുത്തന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല, അവനെ അറിയാത്തവർ അവനെ കേൾക്കുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് സുവിശേഷം അറിയിപ്പാൻ ആഗ്രഹിച്ചത്. അപ്പൊ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ അറിയണം, കേട്ടവർ പിന്നെയും കേൾക്കണം, അത് ശരി തന്നെയാണ്. പക്ഷെ മറ്റൊരുത്തന്റെ അടിസ്ഥാനത്തിന്മേൽ താൻ പണിയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ക്രിസ്തുവിനെ ആൾക്കാർ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം ക്രിസ്തുവിന്റെ ആ നാമം അറിഞ്ഞിട്ടുള്ള ഇടങ്ങളിലല്ല, അറിയാത്ത സ്ഥലത്തും താൻ പോയി സുവിശേഷം അറിയിച്ചു. അങ്ങനെ അവര് പറയുന്ന എല്ലാവരും ഒരേ ആത്മാവിലാ പ്രവർത്തിച്ചത്. ഞാനും എന്നോട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഒരേ ആത്മാവിലും ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെ ആയിരുന്നു. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. ഞാൻ തീത്തോസിനെ പ്രബോധിപ്പിച്ചു, ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു. തീത്തോസ് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തു, ഞങ്ങൾ നടന്നത് അതേ ആത്മാവിലല്ലയോ, അതേ കാൽച്ചുവടുകളല്ലയോ. ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെ ആയിരുന്നു. ഇനി 19-ാമത്തെ വാക്യം 19. ഇത്ര നേരം ഞാൻ നിങ്ങളോട് പ്രതിവാദിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ദൈവത്തിന് മുൻപാകെ ക്രിസ്തുവിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സകലവും നിങ്ങളുടെ ആത്മീക വർധനയ്ക്കായിട്ടാണ്. POC ബൈബിള് പറയുന്നത്, ഇത്ര നേരം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നുവോ. ഞങ്ങളെ തന്നെ ന്യായീകരിച്ച ഞങ്ങളുടെ ഭാഗം ശരിയാണെന്ന് പറയുകയായിരുന്നു. ഒരിക്കലല്ല, ദൈവത്തിന് മുമ്പാകെ ക്രിസ്തുവിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവർ, സകലവും നിങ്ങളുടെ ആത്മീക വർധനയ്ക്കാണ്. പൗലോസ് പറയുക, ദൈവത്താണ് ഞങ്ങളെ നോക്കുന്നത്. ഞങ്ങളുടെ ജഡ്ജ്
ദൈവം തന്നെയാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം പൗലോസ് അവര് പറയുമായിരിക്കും പൗലോസ് എല്ലാ കാര്യങ്ങളും സ്വന്തം ഇഷ്ടത്തോടു കൂടെ ചെയ്യുന്ന, പൗലോസ് തോന്നുന്ന പോലെ പറയുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും, ക്രിസ്തുവിൽ താൻ സംസാരിക്കുന്നു എന്നതിന് തുമ്പ് അന്വേഷിക്കുന്നുണ്ട്, പ്രൂഫ് അന്വേഷിക്കുന്നവരോട് പറയുകയാണ്. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ചാ ചിന്തിക്കുന്നത്, പറയുന്നത്. അല്ല, ഞാൻ കർത്താവിൽ, ദൈവത്തിന് മുമ്പാകെ ക്രിസ്തുവിലാണ് സംസാരിക്കുന്നത്. എൻ്റെ ജഡ്ജ് കർത്താവാണ്. നമുക്ക് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലും ഇത് തന്നെ കാണുവാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ വിധിക്കുന്നു, എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം, ഞാൻ എന്നെ തന്നെ വിധിക്കുന്നില്ല. നിങ്ങള് മനുഷ്യർ, സാധാരണ മനുഷ്യരെ പോലെ എന്നെ വിധിക്കുക, അത് എനിക്ക് വലിയ കാര്യമൊന്നുമല്ല. കാരണം ഞാൻ എന്നെ തന്നെ പോലും വിധിക്കുന്നില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആ വാക്യം ഒന്ന് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചേ. അത് നമ്മളോട് ഒന്ന് പറയുന്നതാക്കി തീർക്കാമോ? എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും, നമുക്കെല്ലാ കുറ്റത്തെക്കുറിച്ചും ബോധമൊക്കെ ഉണ്ടല്ലേ, നമ്മൾ ചെയ്യുന്നതൊക്കെ. പൗലോസ് പറയാം, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല എങ്കിലും അതിനാൽ ഞാൻ നീതിമാനൊന്നും വരുന്നില്ല. കാരണം എന്നെ വിധിക്കുന്നത് കർത്താവാ. കർത്താവിന്റെ സന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ ഉള്ളും അറിയുന്നത് കർത്താവ്, അല്ലേ? 139-ാം സങ്കീർത്തനത്തില് ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കർത്താവ് പറയുന്നു. എന്റെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ശോധന ചെയ്യുന്നു. എന്റെ നടപ്പും കിടപ്പും എല്ലാം അവൻ അറിയുന്നു. നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല എന്ന് പറയുമ്പോൾ അവിടെ അത് തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എനിക്കൊരു ബോധമില്ലെങ്കിലും എനിക്ക് ഞാൻ നീതിമാനാകുകയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാണ്. കർത്താവിന്റെ മുമ്പിലാണ് ഓരോരുത്തരും കർത്താവിന്റെ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പേ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞ പൗലോസ് തന്നെ പറയുക, എന്നെ വിധിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ലഭിക്കും. മറ്റ് ലേഖനങ്ങളിലൊന്നും പറയാതെ പൗലോസ് വീണ്ടും വീണ്ടും 1 കൊരിന്ത്യർ 2 കാരണം തുടർച്ചയായിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ വിധിക്കുന്നു, പക്ഷെ എനിക്ക് എന്നെ വിധിക്കുന്നത് കർത്താവാണ്. നിങ്ങൾ എന്നെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിധിച്ചാലും എനിക്ക് അതൊരു ലഘു കാര്യമാണ്. കാരണം ഞാൻ എന്നെ വിധിക്കുന്നില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാണ്. ഞാൻ കർത്താവിന്റെ മുമ്പാകെയാണ് സംസാരിക്കുന്നത്. 2 കൊരിന്ത്യർ 1:12 ഇങ്ങനെ പറയുന്നു. 2 കൊരിന്ത്യർ 1:12, ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിൽ അത്രേ, ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരുന്നു എന്ന് ഞങ്ങളുടെ മനസാക്ഷി തന്നെ ഞങ്ങളുടെ പ്രശംസ. ഞങ്ങള് മാനുഷികമായ ജ്ഞാനത്തിലല്ല നിങ്ങളോട് പറഞ്ഞത്, ദൈവം ഞങ്ങൾക്ക് തരുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരുന്നു എന്ന് ഞങ്ങളുടെ മനസാക്ഷി തന്നെ ഞങ്ങളുടെ പ്രശംസ. പൗലോസ് അങ്ങനെ പറഞ്ഞ പൗലോസ് പിന്നെ നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ കണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നാൽ തന്നെയും ഞാൻ നീതിമാനൊന്നും വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ഓക്കെ, അപ്പം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നുണ്ട്, എഫെസോസിലെ മൂപ്പന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് 20ാമത്തെ അധ്യായം 21ാം അധ്യായം അറിയില്ല, മറന്നുപോയി. അവിടെ പറയുന്നുണ്ട്, ഞാൻ പ്രയോജനമുള്ളതൊന്നും അവരോട് അവസാന തന്റെ വചനങ്ങളായിരുന്നു, പ്രയോജനമുള്ള ഒന്നും മറച്ചു വെക്കാതെ നിങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പം താൻ പ്രയോജനമുള്ളത് ദൈവം കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാ, ദൈവം പൗലോസിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൗലോസ് ഒന്നും മറച്ചു വെക്കാതെ, നമ്മളൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നും, അതുകൊണ്ട് അത് പറഞ്ഞാൽ ശരിയാവോ ഇല്ലയോ എന്ന് 1, 2, 3 തവണയൊക്കെ ആലോചിക്കുമല്ലേ. പൗലോസ് അങ്ങനെയൊന്നും ഇല്ല, പറയേണ്ടതുപോലെ പറഞ്ഞു. ഓക്കെ, അവരുടെ ആത്മീക വർധനയ്ക്ക്. അപ്പം പൗലോസിന്റെ ഇഷ്ടം അനുസരിച്ചല്ല പൗലോസ് പ്രവർത്തിച്ചത്. ദൈവത്തിന് മുമ്പാകെ ക്രിസ്തുവിലാണ് സംസാരിക്കുന്നത്. അപ്പം ദൈവസന്നിധിയിൽ താൻ സത്യം മാത്രം സംസാരിക്കുന്നു. എപ്പോഴും പൗലോസ് ഓരോ വചനങ്ങളും എഴുതുമ്പോഴും പറയുമ്പോഴും ഒക്കെ ബോധമുണ്ടായിരുന്നു താൻ ദൈവത്തിന് മുമ്പാകെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം. നമ്മൾ ഓരോരുത്തരും നോക്കിയാൽ നമ്മൾ പറയുന്ന ഓരോ ചെറിയ വാക്കിന് പോലും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്നൊരു ബോധം നമുക്ക്
എല്ലാവർക്കും എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയുകയില്ല അല്ലേ? പൗലോസ് ഇവിടെ പറയുകയാണ്, ഓരോ വാക്യങ്ങൾ ഞാൻ എല്ലാം എഴുതുന്നത് എന്റെ തൂലിക ചലിക്കുന്നു എങ്കിലും അത് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, ദൈവത്തിന് മുമ്പായി ക്രിസ്തുവിലാണ് സംസാരിക്കുന്നതെന്ന് പറയാ. നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ക്രിസ്തു നിങ്ങളോട് പറയുന്നത് പോലെ അതിനു പകരമായി ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലേ? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തില് നമ്മൾ പഠിച്ചല്ലേ, ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ദൈവത്തിന് സ്ഥാനാധിപതികളായി സംസാരിക്കുന്നു, ക്രിസ്തു നിങ്ങളോട് പറയുന്നത് പോലെ. 2 കൊരിന്ത്യർ 5:20 ഞാൻ വായിക്കാം. 2 കൊരിന്ത്യർ 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. ഞങ്ങള് ക്രിസ്തു നിങ്ങളോട് പറയുന്നതിന് പകരമായി ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങള് ഞാൻ പറയുകയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. ഇനി ക്രിസ്തുവിന്റെ ആത്മാവിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നതെന്നും നമുക്ക് പറയാനായിട്ട്. ക്രിസ്തു ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിലും നമ്മിലും വസിക്കുന്ന ഒരേ ആത്മാവ്, അതേ ആത്മാവിലാണ് സംസാരിച്ചു എന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു അർത്ഥം എടുക്കുവാനായിട്ടും കഴിയും. ഇനി സകലവും നിങ്ങൾക്ക് ആത്മീക വർധനയ്ക്ക് വേണ്ടിയാണ് അല്ലെ? പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ അവർ ഈ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് ദുരുപദേഷ്ടാക്കന്മാരെ കൈക്കൊള്ളുന്നതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവര് ചേർത്തിരിക്കുന്ന അനുഭവവും എല്ലാം അവരെ ആത്മീക വർധനയിലേക്ക് പോകണ്ട, അവർ ദൈവത്തിങ്കിൽ നിന്ന് മാറിപ്പോവുക, ആ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ നിന്ന് തിരിച്ച് അത് എല്ലാവരും ഇല്ല. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനം ദൈവത്തെ വലിയ തപ്പോടും ആർപ്പോടും കൂടെ ഒക്കെ ചെങ്കടൽ കടന്നു വന്നവരെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അവരുടെ അവിടെ പിറുപിറുപ്പുണ്ടായി, ദൈവത്തോട് മറുതലിക്കുന്ന ഒരവസ്ഥ. ചെങ്കടലിനെ വിഭാഗിച്ച് വലിയ അത്ഭുതങ്ങൾ കണ്ട് ഫറവോനെയും സൈന്യത്തെയും ചെങ്കടൽ തള്ളിയിട്ട ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ അവർ കണ്ടതാ അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അവരിലുള്ള സമ്മിശ്ര ജാതി പിറുപിറുക്കുന്നവരായി തീർന്നു എന്ന് പറഞ്ഞു. അപ്പം മാനസാന്തരപ്പെടാത്തവരാ ബഹളം വെക്കുന്നത്, ആത്മീകർത്തിന് വന്നവരാരും ഇല്ല. ദൈവത്തിന്റെ പരിജ്ഞാനം അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി. ഇന്നത്തെ കാലത്തും അത് തന്നെ. ബഹളം വയ്ക്കുന്നവരും എല്ലാവരും ആരാ? മാനസാന്തരപ്പെട്ടിട്ടില്ല എന്ന് ചിന്തിച്ചാൽ മതി. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുകയും ചെയ്യുന്നത് അല്ലേ? വിവേചനം നമ്മൾ പറയും, ആത്മീയ വരങ്ങളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ജ്ഞാനത്തിന്റെ വരം, പരിജ്ഞാനത്തിന്റെ വരം, വിവേചന വരം, അല്ലാതെ ഭാഷകളുടെ വ്യാഖ്യാനം, അന്യഭാഷ വരം അതൊക്കെ നമുക്ക് വേണമെങ്കിൽ തന്നെയും ആദ്യം നമുക്ക് വേണ്ടതാ ജ്ഞാനവും പരിജ്ഞാനവും വിവേചനവും ഒക്കെയാ വേണ്ടത് അല്ലേ? അങ്ങനെയാലേ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ വേറെ വലിയ രോഗശാന്തി വരം, വലിയ വലിയ വരങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കും, പ്രവചനവരം ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരൊക്കെയാ. പക്ഷെ അതിനേക്കാൾ ഉപരിയായി വിവേചനവരം ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും അല്ലേ? അതിനുവേണ്ടിയാ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? നമ്മളുടെ വായിലെ വാക്കുകൾ കൃപയോട് കൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയതുമായി തീരട്ടെ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ വിവേചനത്തിലാണ് വളരേണ്ടത് അല്ലേ? അല്ലാതെ നമ്മൾ യാക്കോബിന്റെ ലേഖനം പറയുമ്പോൾ ഉറവയുടെ ഒരു ഉറവയിൽ നിന്ന് തന്നെ കയ്പും മധുരവും വരുത്തുകയില്ലേ അല്ലേ? ഒരു വായിൽ നിന്ന് തന്നെ നീ ദൈവത്തെ സ്തുതിക്കുകയും മറ്റുള്ളവർക്ക് വിരോധമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ തന്നെ ഒന്ന് നോക്കുക എന്ന്, നിന്റെ വിശ്വാസം പ്രവൃത്തിയിൽ വരുന്നുണ്ടോ എന്ന് യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെയും ചെയ്യുന്നത്. ഇവര് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് പറയുന്നു എങ്കിലും അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ആയിരിക്കാം, അല്ല മാനസാന്തരപ്പെടാത്തവരെന്ന് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെയുള്ളവർ തങ്ങൾ ക്രിസ്ത്യാനികളെന്ന് പറയുകയും ചെയ്യുന്നു, ദൈവത്തെ ഫോളോ ചെയ്യുന്നവരെന്ന് പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരെ ക്രിസ്തുവിന്റെ പക്ഷക്കാരുടെ സ്വഭാവം അവിടെ കാണിക്കുന്നില്ല. പൗലോസ് ഇതൊരു താക്കീത് വരികയാണ് അവരെ ചെയ്യുന്നത്, അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഏത് വിധത്തിൽ അവരെ മടക്കി വരുത്തണം എന്നാണ് പറയുന്നത്. തന്റെ ഓരോ ലെറ്ററുകളും തന്റെ ഓരോ ഓൾറെഡി 2 പ്രാവശ്യം സന്ദർശിച്ചു, ഇനി 3ാമത്തെ പ്രാവശ്യം അവിടെ കൊരിന്ത്യ സന്ദർശിക്കാനായിട്ട് താൻ ആഗ്രഹിക്കുന്നു. തന്റെ ഓരോ വാക്കുകളും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെല്ലാം അവരെ യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക, സകലവും അവരുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയിട്ടാണ്. 2 കൊരിന്ത്യർ 10:18 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ ഇടിച്ചു കളവാനല്ല
പണിവാനാണ് ദൈവം ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത്. നിങ്ങളെ എഡിഫൈ ചെയ്യാനുള്ള അധികാരമാണ് തന്നിരിക്കുന്നത്. നിങ്ങളെ ഇടിച്ചു കളവാനുള്ള അധികാരമല്ല ദൈവം തന്നിരിക്കുന്നത്. താൻ ക്രിസ്തുവിന്റെ അപ്പോസ്തലനായിരുന്ന് ആത്മീകമായ സത്യങ്ങൾ അവരെ പറഞ്ഞു പഠിപ്പിച്ചു. 1.5 വർഷക്കാലം അവരോടുകൂടെ ഇരുന്ന് അവരെ വചനം പഠിപ്പിച്ചു. തുടർന്ന് വന്ന അപ്പൊല്ലോസും ആ വചനങ്ങളെ തന്നെ അവരുടെ ഇടയിൽ ഉപദേശിച്ചു. അപ്പൊ അപ്പൊല്ലോസ് മാത്രമല്ല, നമുക്ക് അക്വിലാസും പ്രിസ്കില്ലയും അവിടെ ഇരുന്നു എന്ന് നമുക്ക് പറയാം അല്ലെ. അവരോട് കൂടെ ഉള്ളവരായിരുന്നു. അവരൊക്കെ ക്രിസ്തുവിലുള്ള വചനങ്ങൾ ഉപദേശിക്കുകയാണ് ചെയ്തത്. അതെല്ലാം ആത്മീയ വർധനയ്ക്കായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവിടെ വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചുള്ള സാത്താന്റെ ദൂതന്മാർ അവിടെ കടന്നു ചെല്ലുകയും അവരെ മാനസാന്തരത്തിൽ നിന്ന് അവരിൽ ആ ഒരു വ്യത്യാസം വരുവാനായിട്ട് ഇടയുന്നു. ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്ന് മാറിപ്പോകുവാനാണ്, തെന്നിപ്പോകുവാൻ ഇടയായി തീരുകയും ചെയ്തു. ഓക്കെ, അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. 19. ഇത്ര നേരം ഞാൻ നിങ്ങളോട് പ്രതിപാദിക്കുന്നു നിങ്ങൾക്ക് തോന്നുവോ? ദൈവത്തിന്റെ മുമ്പാകെ ക്രിസ്തുവിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സകലവും നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കായിട്ടാണ് ഞാൻ പ്രശംസിക്കുന്നതും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശകാരിച്ചുകൊണ്ട് ആ ഒരു സിവിയർ ലെറ്റർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എഴുതിയത് പോലും സകലവും നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കായിട്ടാണ്. നിങ്ങൾക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഞാൻ നിങ്ങളെ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവായി പോവുകയും ചെയ്യുന്നു. അതെല്ലാം നിങ്ങളുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാ എന്ന് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 20-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 20-ാമത്തെ വാക്യം. ഓക്കെ, ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. അല്ലെ, പൗലോസിന് കൊരിന്ത്യരെ കുറിച്ചുള്ള ഭയപ്പാടാ. എന്താ ആ പൗലോസ് കൊരിന്ത്യരെ കുറിച്ച് ആഗ്രഹിച്ച എന്താ? നമ്മൾ 11-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തില് നമ്മൾ വായിച്ച 1-2 വാക്യങ്ങൾ എന്നാ വായിച്ചേ? ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അല്ലെ, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവര് നിർമ്മലതയോടും ആ വിശുദ്ധിയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കണം ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ. അങ്ങനെ തന്നെ ഇരിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ വചനം നിങ്ങളെ പഠിപ്പിച്ചു. എന്തിനാ? ക്രിസ്തുവിന് അനുരൂപമായി വരാൻ വേണ്ടിയിട്ട്, ആ പ്രത്യക്ഷതയിൽ നിഷ്കളങ്കലായിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ക്രിസ്തു നമ്മെ എന്തിനാ തെരഞ്ഞെടുത്തേ? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കേണ്ടത്. ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തതാ. അതേ രീതിയിൽ എല്ലാവരും ആയിരിക്കാനാ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചത്. അവിടെ കൊരിന്ത്യരിൽ നിന്ന് അനേകം ബുദ്ധിമുട്ടുകൾ തനിക്ക് ഉണ്ടായിട്ടെങ്കിലും ആലോചിച്ച് നോക്കി, ഇത്രയും പറഞ്ഞിട്ടും പൗലോസ് പിന്നെ അവിടെ തന്നെ നിൽക്കുകയും 2ാമത് പിന്നെയും 3ാമതും ഒക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു. നമ്മളാണെ പോകത്തില്ല അല്ലെ. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന തന്റെ ആ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ ആത്മാവ് തന്നിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആ ദൈവത്തിന്റെ എരിവോട് അവരെ കുറിച്ച് എരിയുക. കാരണം അവര് ആ ക്രിസ്തുവിന്റെ നിർമ്മലതയിൽ ആയിത്തീർണമെന്നാ പറയുന്നത്. പക്ഷേ അവര് അതിൽ നിന്ന് മാറുവാനായിട്ട് ഇടയായി തന്നെ. ഇപ്പൊ പറയാം, ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുക. എന്തോ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുക? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ നിർമ്മല കന്യകയായി ഇരിക്കണമെന്നാ എന്റെ ആഗ്രഹം. നിങ്ങളെ അങ്ങനെ ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ കാണുന്ന എന്തുവാ? പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എല്ലാം ഉണ്ടല്ലേ. അതെല്ലാം നിങ്ങളിൽ ഇപ്പൊ കാണുന്നേ. അതൊന്നും ഇല്ലാതെ നിർമ്മലതയോടെ സഹോദര സ്നേഹത്തിൽ, അന്യോന്യ സ്നേഹത്തിലും ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ ഇച്ഛിക്കാത്ത രീതിയിൽ നിങ്ങളെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസ് ചോദിക്കുന്നുണ്ടോ, ഞാൻ വടിയോടുകൂടെയോ സ്നേഹത്തിലും സൗമ്യതയുടെ ആത്മാവിലോ നിങ്ങളുടെ അടുക്കലേക്ക് വരേണ്ടത്? നമ്മളെ ഒരാൾ കാണുവാൻ വരുമ്പോൾ
നമ്മളോട് വഴക്ക് പറഞ്ഞ് ആരെങ്കിലും വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അല്ലേ? സമാധാനത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്നവര്, അല്ലെ നമ്മൾ മറ്റുള്ളവരെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നല്ല നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ? പക്ഷെ ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോൾ പൗലോസ് ചോദിച്ചു, വടിയോട് കൂടെ വേണമെന്ന് ചോദിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം അവിടെ ചെന്നപ്പോഴേ അവിടെ പൗലോസ് കരഞ്ഞിട്ടാ അവിടുന്ന് വന്നത് അല്ലേ? നമുക്കതൊന്ന് വായിക്കാം. രണ്ടാമത്തെ അധ്യായം, 2 കൊരിന്ത്യർ രണ്ടാമത്തെ അധ്യായം 3, 4 വാക്യങ്ങൾ. ഞാൻ ഇത് തന്നെ എഴുതിയതു, ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടവരാൽ ദുഃഖമുണ്ടാകരുതെന്ന് വെച്ചും. എന്നുവെച്ചാൽ ഓൾറെഡി അവരായിരുന്നു പൗലോസിനെ സന്തോഷിപ്പിക്കേണ്ട, അവരിൽ നിന്ന് ദുഃഖമുണ്ടായി എന്ന് വെച്ചും എന്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കുമെന്ന് നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിശ്വസിക്കണം. വിശ്വസിച്ചിരിക്കൊണ്ടുമാകുന്നു. കാരണം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ, സന്തോഷത്തോടെ വരുവാൻ ആഗ്രഹിക്കുന്നു. ആ ദേഷ്യത്തിലോ ശാഠ്യത്തോടെയോടെയോ നിങ്ങളെ വഴക്ക് പറയാൻ രീതിയിലോ അങ്ങനെ ഒന്നുമല്ല ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. സന്തോഷത്തോടു കൂടെ വരുവാൻ ആഗ്രഹിക്കുന്നു. 4-ാമത്തെ വാക്യം, വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ. പൗലോസിന്റെ മനസ്സൊന്ന് നോക്കിയേ. നിങ്ങൾ ദുഃഖിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എഴുതിയത്, നിങ്ങൾ മനസ്സാന്തരപ്പെടണം, തിരിച്ചു വരണം. അപ്പൊ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാ. ഞാൻ എപ്പോഴും പറയാന്ന് പറയാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മള് മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ ബഹളം വെച്ചാലും വഴക്കുണ്ടാക്കിയാലും നമ്മളൊന്നും പറയാറില്ല അല്ലേ? നമ്മൾ സ്നേഹിക്കുന്നവരെയാ നമ്മൾ വഴക്ക് പറയുന്നത്. അതുപോലെ തന്നെ പൗലോസിന് അവരോടുള്ള സ്നേഹം കൊണ്ടാ ഇങ്ങനെ ലെറ്റേഴ്സ് ഒക്കെ എഴുതിയാനും അനേകരെ തീത്തോസിനെ മുതലായവരെ അവരുടെ അടുക്കലേക്ക് അയക്കുവാനും ഒക്കെ ഇടയായി തരുന്ന പൗലോസിന് അവരോടുള്ള സ്നേഹം. ഒരിക്കലും ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകരുത്, അവരെന്നും ക്രിസ്തുവിൽ നിലനിൽക്കണം, ക്രിസ്തുവിന്റെ നിർമ്മല കന്യകയായിരിക്കണം എന്ന ആഗ്രഹം മാത്രമായിരുന്നു പൗലോസിന്റെ ലക്ഷ്യം എന്നുള്ളത്. ആ വിശ്വാസത്തിലേക്ക് അവരെ മനസ്സ് കൊണ്ടുവരുവാനായിരുന്നു പൗലോസ് ഇത്രത്തോളം അവിടെ പ്രവർത്തിച്ച്. എന്നിട്ടും അവരുടെ ഇടയിൽ പഴയതുപോലെ പിണക്കവും ഈർഷ്യയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ആയാൽ താൻ വീണ്ടും വരുമ്പോഴും താൻ ദുഃഖിക്കാൻ ഇടയായി തീരും. കാരണം ഞാൻ സന്തോഷത്തോടെ നിങ്ങളുടെ അവിടെ വരണം, നിങ്ങളെ സന്തോഷത്തോടെ കാണണം, അവരും അതുപോലെ പൗലോസിനെ സന്തോഷത്തോടെ കാണണം, അതുപോലെ സ്വീകരിക്കണം. ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണും, നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങളാൽ സന്തോഷത്തോടെ യാത്ര അയക്കപ്പെടേണ്ടതിനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പൗലോസ് പറയുന്നില്ലേ? അപ്പൊ അത് നമ്മളൊക്കെ നേരിട്ട് പറയുന്നതിനുപരി അവർ ലെറ്റേഴ്സിലൂടെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇതൊക്കെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി കിട്ടിയപ്പോൾ അവർക്ക് അങ്ങനെയൊന്നും വചനങ്ങളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് അവരുടെ ലെറ്റേഴ്സൊക്കെ, അപ്പോസ്തലന്മാരുടെ ലെറ്റേഴ്സൊക്കെ അവർക്ക് കാണും അത് എങ്ങനെ ക്രിസ്തുവിലായിരിക്കണം, മനം തണുക്കണം, നിങ്ങൾ വരുമ്പോ എന്നോടുകൂടെ നിങ്ങളും സന്തോഷിക്കണം, നിങ്ങളോടുകൂടെ ഞാനും സന്തോഷിക്കണം. റോമർക്കാർക്ക് എഴുതുമ്പോൾ എഴുതുന്നുണ്ട്, കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതുന്നുണ്ട്, അങ്ങനെയൊക്കെ എഴുതുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇപ്പം പൗലോസ് പറയാം, ഞാൻ ഇച്ഛിക്കാത്ത രീതിയിൽ നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ മാനസാന്തരപ്പെടാത്ത അവസ്ഥയിൽ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ നിങ്ങളുടെ ആ പഴയ അവസ്ഥ, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരു കാര്യമുണ്ടായാൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല, അവിശ്വാസികളുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകാൻ നോക്കുന്നു. നിങ്ങൾ ജ്ഞാനിയായ ഒരു മനുഷ്യനും ഇല്ലേ? സഹോദരന്മാർക്കിടയിൽ കാര്യം തീർപ്പം ജ്ഞാനിയായ ആരും നിങ്ങളുടെ ഇടയിൽ ഇല്ലേ എന്നൊക്കെ പൗലോസ് അവിടെ ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇനി അങ്ങനെയൊന്നും കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വിവേകമുള്ളവരായി തീർണം, നിങ്ങൾ ക്രിസ്തുവിൽ പരിജ്ഞാനമുള്ളവരായി തീർണം, ജ്ഞാനമുള്ളവരായി തീർണം എന്നൊക്കെയാണ് പൗലോസിന്റെ ആഗ്രഹം. ഞാൻ വടിയോടുകൂടെയും ഒന്നും അല്ല വരുവാനായിട്ട് ആഗ്രഹിക്കും, ഞാൻ സൗമ്യാത്മാവിലും സ്നേഹത്തിലോടും കൂടി നിങ്ങളുടെ അടുക്കൽ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 കൂട്ടരും ഒരുപോലെ സന്തോഷത്തിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, വരുന്നവരും അവിടെ ഇരിക്കുന്നവരും അതിഥികളും ആതിഥേയരും ഒരുപോലെ ആയിരിക്കാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. നമുക്ക് 21-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 21-ാമത്തെ വാക്യം, ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെ കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഭയപ്പെടുന്നു. പൗലോസിന്റെ ഭയപ്പാടാ ഇതല്ലേ അവരെ കുറിച്ചുള്ള. കാരണം നമ്മൾ 1-ാം ലേഖനത്തിൽ കാണുന്നുണ്ട്,
ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. പലരും പൗലോസിനോട് വന്നു പറഞ്ഞു അവിടുത്തെ അവസ്ഥ എന്താണെന്നല്ലേ. 1-ാം ലേഖനത്തിലല്ലേ, നമ്മൾ 1-ാം അധ്യായത്തിലല്ലേ കാണുന്നത്. അതുപോലെ തന്നെ ഈ പൗലോസ് ലെറ്റർ കൊടുത്തുവിട്ട തീത്തോസും തിരിച്ചു വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പലരാലും പൗലോസിന് അറിവ് കിട്ടി. അവരുടെ ഇടയിൽ ദുർനടപ്പുണ്ട്, അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്, വ്യവഹാരം നടക്കുന്നുണ്ട്, പല പക്ഷങ്ങളുണ്ട്. ഇതെല്ലാം പൗലോസ് കേൾക്കുന്നുണ്ട്. അപ്പം പൗലോസ് പറയാ, ഇനി അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഇടയായിത്തീരുന്നു. ഇപ്പോഴും മാനസാന്തരപ്പെടാത്ത ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട്. അവർ പെടാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞാനും ദുഃഖിക്കാനും അതുപോലെ നിങ്ങളും ദുഃഖിക്കാൻ ഇടയായി തീരും. അതുകൊണ്ട് നിങ്ങള് മാനസാന്തരത്തിലേക്ക് വരണം. ഞാൻ അതാണ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ എരിവോട് നിങ്ങൾക്ക് വേണ്ടി എരിയുന്നു. ക്രിസ്തു എന്ന ഏക മനുഷ്യ നിർമ്മല കന്യകയായി നിങ്ങളെ വിവാഹ നിശ്ചയം കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ നിർമ്മലതയിലും ഏകാഗ്രതയും നിങ്ങൾ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ലെറ്റർ എഴുതുന്നത്. 1-ാം പ്രാവശ്യം അവിടെ പോയി ഒരു ലെറ്റർ എഴുതി. അത് കഴിഞ്ഞ് 2-ാം പ്രാവശ്യം ചെന്നു, അവിടെ പ്രശ്നം കണ്ടു, അവരുടെ ഇടയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി. പൗലോസിന് ഭയങ്കര ദുഃഖം ഉണ്ടായി. 3-ാമത്തെ പ്രാവശ്യം അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചു. എങ്കിലും പൗലോസിന് പോകാനായിട്ട് മനസ്സ് വരാത്തത് കൊണ്ട് പൗലോസ് ഈ 2-ാമത്തെ ലേഖനം എഴുതി, സിവിയർ ലെറ്റർ എഴുതി കൊടുത്തുവിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ലേഖനം എഴുതിയിട്ട് അവർ സ്ഥിരപ്പെട്ടതിന് ശേഷം, മാനസാന്തരപ്പെട്ടതിന് ശേഷം അവിടേക്ക് പോവുകയും അവരെ സന്തോഷമുള്ളവരായി കാണുവാൻ, മാനസാന്തരപ്പെട്ടവരായി കാണുവാൻ, ക്രിസ്തുവിൽ ബലപ്പെട്ടവരായി കാണുവാൻ, ആത്മീയ വർധന വന്നവരായി കാണുവാനാണ് പൗലോസ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് തന്റെ സാക്ഷ്യം അവരോട് പറഞ്ഞ 14 വർഷത്തിന് ശേഷം തനിക്കുണ്ടായ വെളിപ്പാടിനെ കുറിച്ചും ദർശനങ്ങളെ കുറിച്ചും ഒക്കെ പറയുവാനായിട്ട് കാരണമായി തന്നെ അവരെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തണം. ഒരിക്കലും താൻ മറ്റൊരു സഭകളിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അവരോട് പറയുവാനായിട്ടാണ് താൻ സ്വർഗത്തോളം ഉയർത്തപ്പെട്ടതും അങ്ങനെ അവിടെ മനുഷ്യർക്ക് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ കേൾക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയും തൻ്റെ എല്ലാ കാര്യങ്ങളും അവരോട് മാത്രമാണ് പറഞ്ഞത്. എന്തിനു വേണ്ടി? അവരുടെ സകലവും നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കായിട്ട് ആകട്ടെ. എൻ്റെ ഓരോ വാക്കുകളും, എൻ്റെ ഓരോ പ്രാർത്ഥനയും, എൻ്റെ ഓരോ വിസിറ്റുകളും നിങ്ങളോടുകൂടിയുള്ള നിങ്ങളോടുള്ള എൻ്റെ സ്നേഹമായിരുന്നു നിങ്ങൾ അവിടെ കണ്ടത്. അതുകൊണ്ട് നിങ്ങളെ ദുഃഖിപ്പിക്കാനല്ല, നിങ്ങൾക്ക് ആത്മീയ വർധനയ്ക്കായിട്ടാണ് ഞാൻ സകലവും എഴുതുന്നത് എന്ന് പറയുന്നത്. നമുക്ക് 13-ാം അധ്യായത്തിലേക്ക് പോകാം. 13-ാം അധ്യായത്തിന്റെ കുറച്ച് വാക്യങ്ങളുടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് 2 കൊരിന്ത്യർ ലേഖനം തീർക്കണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ നടത്തട്ടെ. 13-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. 13-ാം അധ്യായത്തിൽ നമ്മൾ ഈ ലെറ്ററൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ 13-ാം അധ്യായത്തിൽ കാണുന്ന അവരോട് പറയുകയാണ്, നിങ്ങളൊന്ന് യഥാസ്ഥാനപ്പെടുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് നോക്കുവിൻ, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവിൻ. അത് ഞാൻ 11-ാമത്തെ വാക്യം വായിക്കാം. 11-ാമത്തെ വാക്യം, 13-11. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരായിരിപ്പിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ആയിരിക്കും. പൗലോസിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്താ? സകലവും ആത്മീയ വർധനയ്ക്ക്. 12 നിർത്തിയിട്ട് 13 കുറച്ച് നാൾ കഴിഞ്ഞല്ലേ എഴുതുന്നത്. 12-നോട് ചേർന്നുള്ളതാ 13 അല്ലേ. പിന്നെ നമുക്ക് ഓരോ അധ്യായങ്ങൾ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ആ 12-നോട് ചേർന്നുള്ളത് തന്നെ 13. അതുകൊണ്ട് പറയുകയാണ്, തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരായിരിപ്പിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഏക ആഗ്രഹം അവര് സമാധാനപ്പെടണം, അവര് മാനസാന്തരപ്പെടണം, അവര് യഥാസ്ഥാനപ്പെടണം. അത് തന്നെയാണ്. ഓക്കെ, 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഈ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും. അപ്പം ആ പാപം ഇപ്പോഴും അവരുടെ ഇടയിൽ ഇരിക്കുന്നു അല്ലേ. അവര് പാപത്തെക്കുറിച്ച് നമ്മൾ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. പാപത്തെക്കുറിച്ച് സഭയുടെ എന്താ പറയുന്ന നിലപാട് എന്തായിരിക്കണം, സഭയിൽ പാപം കടന്നുകൂടുമ്പോൾ അതെന്തായിരിക്കണം, നമ്മളത് കണ്ടു, അവിടെ കണ്ടു. ദുഃഖിക്കണം, ഉപദേശിക്കണം, ദുഃഖിക്കണം, വിധിക്കണം, പുറത്താക്കണം. അതാണ് നമ്മൾ അവിടെ കണ്ടത് അല്ലേ. ആ വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം.
എങ്ങനെയാണ് പാപം എവിടെ ഉണ്ടെങ്കിലും അത് ഇന്നാണെങ്കിലും അന്നത്തെ കാലത്താണ് പാപത്തോടുള്ള ഓരോ വിശ്വാസിയുടെയും അല്ലെ ഓരോ സഭയുടെയും നിലപാട് എന്തായിരിക്കണം എന്ന് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 5-ാമത്തെ അധ്യായം എടുത്തു. 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകും. 1 കൊരിന്ത്യർ 5. അവരുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞേ. അവരുടെ ഇടയിൽ ദുർനടപ്പുണ്ട്. അത് ഞാൻ വായിക്കുന്നില്ല. 1-ാമത്തെ വാക്യം. 2-ാമത്തെ വാക്യം, അവരുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ട്. ഓക്കെ, 5:2. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ട്, നിങ്ങളത് കാണുന്നു, നിങ്ങളത് കേൾക്കുന്നു. ഞാനന്ന് പറഞ്ഞായിരുന്നു, അവരിൽ ഒരു പ്രമാണി വല്ലതും ആയിരിക്കാം, അവർക്ക് ഇവരെ സഹായിച്ചവനായിരിക്കാം, നല്ല പണമുള്ളവനായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്നേ കമ്മിറ്റിയിൽ ഇരിക്കുന്നവരായിരിക്കാം, വലിയ മുഖ്യാസനങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് അവര് മനസാന്തരപ്പെടാൻ വേണ്ടി നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അവരോട് യാതൊരു വിയോജിപ്പും ഇല്ല, നിങ്ങൾ അവരോട് കൂടി ചേർന്ന് പോവുക അല്ലേ. അവരെത്ര ചെയ്താലും നിങ്ങൾ അവരെ കൂട്ടിച്ചേർത്ത് പിടിച്ചോണ്ട് നടക്കുക. അവർ തെറ്റ് ചെയ്യുന്നെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് മനസ്സില്ല. ആ തെറ്റിനെ നിങ്ങൾ ഞാൻ തെറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾ ന്യായീകരിക്കുക അല്ലെ, വിധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിങ്ങളുടെ ഇടയിലുള്ള ആ ദുർനടപ്പ് ചെയ്തവൻ തെറ്റ് ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് നിങ്ങൾ മുതിരുന്നില്ല. ആദ്യം എന്തായിരിക്കണം? സഭയുടെ നിലപാട് ദുഃഖിക്കണം. ദുഃഖിക്കണമെന്ന് പറഞ്ഞാൽ അവര് ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ ദുഃഖം വരുമ്പോഴെന്തോ നാം ചെയ്യുന്നത്? പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി അല്ലേ. അപ്പം പൗലോസ് ദുഃഖിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളത് തെറ്റാണെന്ന് മനസ്സിലാക്കി. നമ്മൾ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നതാണ്, അയ്യോ കഷ്ടം അവര് ചെയ്തു പോയല്ലോ എന്ന് മനസ്സിൽ തോന്നുന്ന ഒരു ചിന്ത വരത്തില്ലേ? അങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവർക്ക് വേണ്ടി ദുഃഖിക്കാനോ അവരെ ഒന്ന് ഉപദേശിക്കാനോ അവര് തയ്യാറായില്ല. പൗലോസ് പറയുന്നു, നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. രണ്ടാമത്തത്, ആദ്യത്തെ ദുഃഖിക്കണം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കണം, അവര് തെറ്റ് ആണെന്ന് മനസ്സിലാക്കി അവരെ ഉപദേശിക്കണം, അവര് മാനസാന്തരത്തിലേക്ക് വരുവാനുള്ള എല്ലാ കാര്യങ്ങളും റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഒരു സഹോദരൻ നിങ്ങൾ ബലഹീനരെ ചേർത്ത് കൊള്ളണം, അവർക്ക് ചുമല് കൊടുക്കണം എന്നൊക്കെ പറയുന്നില്ലേ. അവരെ യഥാസ്ഥാനപ്പെടുത്തണം, സൗമ്യതയുടെ ആത്മാവിനെ യഥാസ്ഥാനപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവരോട് കൂടെ ചേർന്ന് നിന്നോ. ഇനി 3-ാമത്തെ വാക്യം, 3-ഉം 4-ഉം, വിധിക്കണം. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. പുറത്താക്കണം. നമ്മൾ അന്ന് പഠിച്ചതായിരുന്നു, സഭയിൽ നിന്ന് പുറത്താക്കണം, ഉപദേശിക്കണം. കർത്താവ് അങ്ങനെയാ പറയുന്നത്, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുക അല്ലേ, യഥാസ്ഥാനപ്പെടുത്താൻ ശ്രമിക്കുക, 1-2 പ്രാവശ്യം പറയുക, ഇല്ലെന്നുണ്ടെങ്കിൽ അവനെ പുറത്താക്കണം, അവരോട് സംസർഗം വരുത് എന്നൊക്കെയാ പറയുന്നത് അല്ലേ. അപ്പൊ പറയുകയാണ് അവരെ സഭയിൽ നിന്ന് പുറത്താക്കണം. എന്തിനു വേണ്ടിയാ പുറത്താക്കുന്നത്? ഒരു കറക്റ്റീവ് ആക്ഷൻ അല്ലേ. നമ്മൾ അന്ന് അങ്ങനെയല്ലേ പഠിച്ചത്. ഇത്ര സമയത്തേക്ക് മാറി നിന്ന് മാനസാന്തരപ്പെട്ടിട്ട് തിരിച്ചു വന്ന് അവനെ സ്വീകരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഒരു കറക്റ്റീവ് ആക്ഷൻ ആയിട്ട് കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ വിധിക്കണം, അതൊന്നും അവിടെ ചെയ്തിട്ടില്ല. പൗലോസ് പറയുകയാണ്, 2-3 സാക്ഷികളുടെ, ഞാൻ ഈ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്, 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകും. അത് ആവർത്തന പുസ്തകത്തിൽ നിന്ന് താനെ കോട്ട് ചെയ്തേക്കെയാണ് ചെയ്യുന്നത്. അവിടെ പറയുന്നുണ്ട്, ഡിയോട്ടോണമി 15-ന്റെ 19-15 പറയുന്നത്, മനുഷ്യർ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവന്റെ നേരെ ഏക സാക്ഷി നിൽക്കരുത്, 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ കാര്യം ഉറപ്പാക്കണം. നമ്മള് 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൂടെ ഞാൻ വായിച്ചു പോകാം. വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു വിധിക്കണം, അത് കഴിഞ്ഞ് പുറത്താക്കണമെന്ന് പറയുന്നുണ്ടല്ലേ. പുറത്താക്കണമെന്ന് പറയുന്ന വാക്യം കൂടെ ഞാൻ വായിച്ചു പോകാം. 6-ാമത്തെ വാക്യം, നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ല. ഉപദേശിക്കണം,
പെട്ടില്ലെങ്കിൽ പുറത്താകണം. കാരണം ഇച്ചിരി പുളി ഒരു നമ്മള് പിന്നെ ഇതൊക്കെ മാവൊക്കെ പുളിപ്പിക്കാൻ വെക്കുമ്പോൾ ഇച്ചിരി ഇട്ടാ പോരെ, അത് മുഴുവൻ പുളിച്ചു വരും പിറ്റേ ദിവസം. അതുപോലെ എന്തെങ്കിലും ഒരു നുറന്നുടപ്പുണ്ടെങ്കിൽ അത് ചീർത്തുകൊണ്ടിരിക്കും, അത് മറ്റുള്ളവരിലേക്ക് ക്യാൻസർ പോലെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരിലും വരുവാനായിട്ട് കാരണമായി തീരും. അതുകൊണ്ട് നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കണം ആ പുതിയ പിണ്ടമാകേണ്ടതിന് ആ പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നിങ്ങളുടെ ഇടയിൽ ആ ദുഷ്കർമ്മം പ്രവർത്തിക്കുന്നവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ. ഇനി 8ാമത്തെ വാക്യം, ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, ദുഷ്ടതയും തിന്മയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. 9, ദുർനടപ്പുകാരോട് സംസർഗമരുതു എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. അത് അവരൊന്നും ചെയ്തില്ല. അതുകൊണ്ട് പൗലോസ് പറയുക, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പിക്കണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞ പോലെ കർത്താവും അങ്ങനെ തന്നെയാ പറഞ്ഞത്. മത്തായി സുവിശേഷം 18:15 ഇങ്ങനെ പറയുന്നു, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാൽ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പിക്കേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നേരിട്ട് തന്ന് സംസാരിക്കുക, യഥാസ്ഥാനപ്പെടുത്താൻ നല്ല വചനങ്ങളെ പറഞ്ഞു കൊടുക്കുക. യഥാസ്ഥാനപ്പെട്ടില്ലെങ്കിൽ സഭയുടെ മുമ്പാകെ 2-3 സാക്ഷികൾ എന്ന് പറഞ്ഞാൽ സഭയുടെ മുമ്പാകെ കാര്യങ്ങളെ കൊണ്ട് ചെല്ലുക. അവര് തമ്മിൽ പറഞ്ഞ് കാര്യം ഉറപ്പിക്കുക, മനസാന്തരപ്പെടുവാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഉള്ളത്. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ ഒരു തെളിവുമില്ലാതെയാണ് അല്ല പറയുന്നത്, 2-3 സാക്ഷികളുടെ തെളിവോടുകൂടെ കാര്യങ്ങൾ ഉറപ്പിക്കാനായിട്ട് ഒക്കത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പൗലോസിന്റെ എതിരെയുള്ള ദുരുപദേഷ്ടാക്കന്മാർ പൗലോസിനെതിരായി റൂമേഴ്സ് ഇറക്കുന്നത് അവര് സാക്ഷികളുടെ ഒന്നുമല്ല, വെറുതെ തന്നെത്താൻ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരു കാര്യവുമില്ല, പൗലോസിന്റെ പക്കൽ ഒരു തെറ്റും കാണുന്നില്ല, എങ്കിലും കുറ്റമുണ്ടെന്ന് അവർ തന്നെ പറയുക. ഞാനാണെങ്കിൽ 2-3 സാക്ഷികളുടെ മുമ്പാകെ അല്ലാതെ ആരെയും വിധിക്കുകയില്ല എന്ന് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. ആ ന്യായപ്രമാണത്തിലെ വാക്യം തന്നെ എടുത്തിവിടെ പറയുകയാണ്. കർത്താവും അങ്ങനെ തന്നെയാ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. നിങ്ങളെ ഇടയിലുള്ള ദുരിതപേക്ഷകന്മാർ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് കൂടെ ചേർന്നിട്ട് എന്നെ വിധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ സാക്ഷികളുടെ നിങ്ങൾക്ക് സത്യകാര്യങ്ങളല്ല നിങ്ങൾ പറയുന്നത്, നിങ്ങൾ റൂമേഴ്സ് ആണ് പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 2ാമത്തെ വാക്യത്തിലേക്ക് പോകാൻ. 2ാമത്തെ വാക്യം, ഞാൻ 2ാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കയില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ദൂരത്തിരുന്നു കൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റുള്ളവരോടും കൂടെ പറയുന്നു. 2ാമത്തെ പ്രാവശ്യം അവരോട് ചെന്നപ്പം താക്കീത് ചെയ്തായിരുന്നല്ലേ, അവരോട് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും, നിങ്ങൾ മാനസാന്തരപ്പെടുകയും ചെയ്യണം. ഇപ്പോൾ അത് ലെറ്ററിലൂടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇവിടെ പറയുന്നു, ഞാൻ താക്കീത് നൽകുന്നു, ഞാൻ വീണ്ടും വന്നാൽ നിങ്ങളെ വെറുതെ വിടുകയില്ല എന്ന് പറയുക. ഇനി ആ ഒരു ഇംഗ്ലീഷ് പറയുന്ന ഐ വിൽ നോട്ട് സ്പെയർ, കുറ്റം ചെയ്തവരെ ആരെയും ഞാൻ ഒഴിവാക്കിയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇരുന്നപ്പോൾ എങ്ങനെ സംസാരിച്ചു അതുപോലെയാണ് ദൂരത്തിരിക്കുമ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും പറയുകയാണ്, ഞാൻ ഇനി വന്നാൽ ക്ഷമിക്കയില്ല. ഇത് മുൻകൂട്ടി താൻ പറയുകയാണ്. ആ ലെറ്റർ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം, എന്നാൽ നമുക്ക് സൗമ്യതയുടെ ആത്മാവിലും സന്തോഷത്തോടു കൂടെയൊക്കെ ഇരിക്കാം. എനിക്ക് നിങ്ങളാൽ മനസ്സ് തണുക്കുവാനും നിങ്ങളാൽ സന്തോഷത്തോടെ ഇരിക്കാനും എനിക്ക് കാരണമായി തീരും. നിങ്ങൾ തിരിച്ചു വരിക, അതേ ഉള്ളൂ പൗലോസിന്റെ ഉദ്ദേശം. നിങ്ങളെ ഞാൻ ഇച്ഛിക്കാത്ത രീതിയിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇച്ഛിക്കാത്ത രീതിയിൽ എന്നെ കാണുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, 13ാമത്തെ വാക്യം, 3ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഓക്കെ, 3ാമത്തെ വാക്യം, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നുവോ എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ, അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനല്ല, നിങ്ങൾ ശക്തനാണ്. അവര് പറയുകയാണ്, പോള് ക്രിസ്തുവിലല്ല സംസാരിക്കുന്നത്, ക്രിസ്തുവിന്റെ വചനങ്ങളല്ല പൗലോസ് സംസാരിക്കുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആ പൗലോസ് ക്രിസ്തുവിന്റെ ആത്മാവിലാണോ സംസാരിക്കുന്ന പ്രൂഫ് അന്വേഷിക്കുക പൗലോസ്. കൊരിന്ത്യര്
എന്നിട്ട് പറയുക, ഞാന് നിങ്ങൾ എന്നെ കുറിച്ച് തുമ്പ് അന്വേഷിക്കുക, ഞാൻ ക്രിസ്തുവിലാണോ സംസാരിക്കുന്നതെന്ന്. ആം, അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനല്ല എന്ന് പറയാ, അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനല്ല, നിങ്ങളിൽ ശക്തനാണ്. POC പറയുന്ന ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല, ശക്തനാണ്. പൗലോസ് പറയാൻ, ഞാൻ ക്രിസ്തുവിൽ സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ ഞാൻ ക്രിസ്തുവിലൂടെയാണ് സംസാരിക്കുന്നത് എന്നതിന് നിങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാകും. കാരണം ദൈവത്തിന്റെ ക്രിസ്തുവിലൂടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു തന്നെ ക്രിസ്തുവിന്റെ വചനം സംസാരിക്കുന്നു എന്നുള്ളത് അല്ലെ. ഒരു മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മാനസാന്തരപ്പെടുകയില്ല. മനുഷ്യൻ എങ്ങനെയാ മാനസാന്തരപ്പെടുന്നത്? ദൈവത്തിന്റെ വചനത്താലാണ് അല്ലെ. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വരുമ്പോ നമ്മളെ കാണുന്നുണ്ട്, 1 കൊരിന്ത്യർ ലേഖനത്തില് കാണുന്നുണ്ട്, ഞാൻ വരുമ്പോൾ ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറിയും, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ എത്രയാന്ന് പറയുന്നുണ്ട്. എന്നാൽ ചീർത്തിരിക്കുന്നവരുടെ വാക്കിലല്ല ശക്തി. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ വാക്കിനാ ശക്തി എന്ന്. അതിലല്ല, ദൈവത്തിന്റെ വചനത്തിലാണ് ശക്തി. കാരണം ദൈവവചനമാണ് നമ്മെ ശിക്ഷിക്കുകയും മാനസാന്തരത്തിലേക്ക് നടത്തുകയും ചെയ്യുന്നല്ലേ. ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും ശാസനത്തിനും എല്ലാം ഉതകുന്ന ദൈവത്തിന്റെ വചനം. തെസ്സലോനിക്കരോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ വചനം മാനുഷിക വചനമായിട്ടല്ല, ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അവരിൽ മാനസാന്തരം ഉണ്ടായി. ദൈവത്തിന്റെ വചനം എങ്ങനെ പ്രവർത്തിക്കണമോ അവരുടെ ഇടയിൽ അത് പ്രവർത്തിക്കാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങൾ പ്രൂഫ് തരും, ഞാൻ ക്രിസ്തു സംസാരിക്കില്ല എന്ന് പറയുന്നു, പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിച്ച് മുഴുവൻ ക്രിസ്തുവിന്റെ വചനമായിരുന്നു അല്ലെ. അതുകൊണ്ടാണ് നിങ്ങളെ പാപത്തിലായിരുന്നു, ദുർനടപ്പിലായിരുന്നു, വിഗ്രഹാരാധനയിലായിരുന്നു നിങ്ങളുടെ അധർമ്മത്തിൽ നിന്നും ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാനായിട്ട് കാരണമായി തീർന്നത് ഞാൻ സംസാരിച്ചതല്ലേ. അത് എന്റെ വചനമായിരുന്നില്ല, ക്രിസ്തു എന്നിനോട് സംസാരിച്ചത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെയായിരുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുമെന്ന് റോമാലേഖനം പറയുന്നുണ്ടല്ലേ. അങ്ങനെയാണ് കൊരിന്ത്യർ മാനസാന്തരപ്പെടുവാനായിട്ട് കാരണമായി തരുന്നത്. അതുകൊണ്ട് പൗലോസ് പറയാ, ഇനിയും ഞാൻ വന്നാല് അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനല്ല, നിങ്ങൾ ശക്തൻ തന്നെ. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്ന വചനങ്ങൾ, ഞങ്ങൾ ബലഹീനരായിരുന്നാലും ആ വചനങ്ങൾ പ്രവർത്തിക്കും, അത് നിങ്ങൾ പ്രയോജനം വരും. നിങ്ങൾ ആ വചനത്തെ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടും. പലപ്പോഴും വചനത്തെ കുറ്റം പറയുന്നവർ എന്തുകൊണ്ട്? ഞാൻ എപ്പോഴും പറയാനുള്ള, അനുസരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാ തള്ളി പറയുന്നതും അത് തെറ്റാണെന്ന് പറയുന്നവരും വിധിക്കുകയൊക്കെ ചെയ്യുന്നവർ. അതുകൊണ്ട് നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ആ ക്രിസ്തുവിന്റെ ശക്തി നിങ്ങൾ കണ്ടറിയുവാനായിട്ട് ഇടയായി തരും. ഞാൻ ക്രിസ്തുവിൽ സംസാരിക്കാൻ നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്ന വചനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ മാറ്റം വരുവാനായിട്ട് കാരണമായി തരും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. നശിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നവർ, രക്ഷയിലേക്ക് വരുവാൻ ആഗ്രഹിക്കാത്തവർക്ക് അതൊരു പോഷത്വമാണ്. അതിലൂടെ ഒന്നും രക്ഷയില്ല എന്ന് വിശ്വസിക്കുന്നു. രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാണ് എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ അത് സകലതും ദൈവത്തിന്റെ വചനത്താലാണ്. അവർ രക്ഷയിലേക്ക് വന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇപ്പോഴും സകലത്തെയും തൻ ശക്തിയുള്ള വചനത്താൽ നിയന്ത്രിക്കുന്നല്ലേ. ആദിയിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വചനത്താൽ സകലവും ഉണ്ടായി. ഇപ്പോഴും ദൈവം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അതേ വചനത്താലാണ്. ആ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു പറയുമ്പോൾ ദൈവത്താൽ ജനിച്ച ക്രിസ്തുവിന്റെ ആത്മാവിനാൽ രക്ഷിക്കപ്പെട്ട, ദൈവവചനത്താൽ രക്ഷിക്കപ്പെട്ട, മാനസാന്തരപ്പെട്ട എല്ലാവരെയും ഇന്നും നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ വചനത്താലാണ്. അപ്പോൾ പൗലോസ് പറയുക, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നില്ല നിങ്ങൾ പറയുക, പക്ഷെ ഞാൻ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ബലഹീനനെങ്കിലും ക്രിസ്തുവിന്റെ വചനം ശക്തിയോടെ നിങ്ങളിൽ വരുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾ മാനസാന്തരത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരണം. ഇപ്പോഴും തീത്തോസിനെ അയച്ചു, അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങള് ചിലർ ചീർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ നിങ്ങൾ കണ്ടറിയും. ഞാൻ വന്ന് ക്രിസ്തുവിനെ ഇഷ്ടമെങ്കിൽ ഞാൻ വേഗത്തിൽ വന്ന് നിങ്ങളുടെ അടുക്കൽ വരികയും നിങ്ങൾ
ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾ മാനസാന്തരത്തിന് തിരിച്ചു വരുവാൻ കാരണമായി തീരുക എന്ന് പറയുന്നുണ്ട്. പൗലോസ് ചെയ്യുന്ന വടിയോടുകൂടെ നിങ്ങളോട് കൂടെ വരണ്ട, നിങ്ങൾ അതിനു മുമ്പേ നിങ്ങൾ മാനസാന്തരപ്പെടുക, ഞാൻ സൗമ്യതയിലും സ്നേഹത്തിന്റെ ആത്മാവിലുമാണ് നിങ്ങളുടെ അടുക്കൽ വരുവാനായിട്ട് ഇച്ഛിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നമുക്ക് 4-ാമത്തെ വാക്യം അടുത്ത ക്ലാസ്സിൽ ആട്ടെ. അപ്പം പൗലോസിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്, ഏക പ്രാർത്ഥനയും ഈ പൗലോസ് 2 പ്രാവശ്യം അവരുടെ കൊലോസ്യ സഭയിൽ ഒരു പ്രാവശ്യം പോലും പൗലോസ് പോയിട്ടില്ല അല്ലേ. കൊലോസ്യർക്ക് ലേഖനം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത്രയും നല്ലോണം അഭിവൃദ്ധി പ്രാപിച്ചൊരു സഭയായിരുന്നു കൊലോസ്യ സഭയിൽ. എന്നിട്ട് അവിടെയൊന്നും പോയില്ല, കാരണം അവരിലൊന്നും ഇത്ര ദുഷ്ടതയൊന്നും കണ്ടില്ല. അതുകൊണ്ട് പൗലോസ് അവിടെയൊന്നും പോയില്ല. കൊരിന്ത്യരിൽ 2 പ്രാവശ്യം പോവുകയും 3-ാം പ്രാവശ്യം പോകാൻ ആഗ്രഹിക്കുകയും അതുപോലെ 4 ലേഖനങ്ങൾ അവർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തത് പൗലോസ് അവരെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടും ദൈവത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലന് കൽപ്പന ലഭിച്ചിട്ടുണ്ടായിരുന്നു. കൊരിന്ത്യയിൽ എനിക്ക് വേണ്ടി നല്ലൊരു ജനമുണ്ട്, അവരെ ദൈവത്തിലേക്ക് നടത്തണം. ആ ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. അവര് മാറിപ്പോയെങ്കിലും അവരെ വീണ്ടും ദൈവത്തിലേക്ക് വരുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനുമാണ് പൗലോസ് ആഗ്രഹിച്ചത്. സകലവും നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കായിട്ടാട്ടെ, അതുപോലെ സകലവും നമ്മുടെ ആത്മീയ വർധനയ്ക്ക് ആയിത്തീരട്ടെ. കൊരിന്ത്യരോട് പറഞ്ഞ ലേഖനമാണെങ്കിലും അത് നമ്മളുടെയും ആത്മീയ വർധനയ്ക്കാക്കി തീരട്ടെ. ഓരോ വചനങ്ങളും നമ്മെ ഓരോ നിമിഷവും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയും ദൈവരാജ്യത്തിന്റെ വർധനയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ നിത്യരാജ്യത്തിന്റെ ആ ഒരു നമ്മ ആ ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവനെ പോലെ ആകണം. കാരണം നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും. പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കും, നാം അവനെ പോലെ ആവണം, ക്രിസ്തുവിന് അനുരൂപമായി തീരണം. ഈ വചനങ്ങൾ നമ്മെ ക്രിസ്തുവിങ്കിലേക്ക് അനുരൂപത്തിലേക്ക് വരുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്